ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സ്മരണകൾ ഉണർത്തിയുള്ള ബലിപ്പെരുന്നാളിനെ ആഘോഷപൂർവ്വം പ്രവാസികൾ സ്വീകരിച്ചു. സൗദി അറേബ്യയിലെ മാളുകളിലും സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളുമെല്ലാം പുതിയ വസ്ത്രങ്ങൾ വാങ്ങാൻ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സ്മരണകൾ ഉണർത്തി വീണ്ടും ഒരു ബലിപ്പെരുന്നാൾ എത്തുമ്പോൾ അതിനാഘോഷപൂർവ്വം സ്വീകരിക്കുകയാണ് പ്രവാസി വിശ്വാസികൾ. പെരുന്നാൾ ദിനത്തിൽ അണിയാനുള്ള പുതുവസ്ത്രങ്ങൾ വാങ്ങാനും ഭക്ഷണ വിഭവങ്ങൾ തയ്യാറാക്കാനുള്ള സാധനങ്ങൾ വാങ്ങിക്കൂട്ടാനുമുള്ള തിരക്കായിരുന്നു സൗദിയിലെ മിക്ക മാളുകളിലും സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിലുമെല്ലാം. ഇന്ന് ഞങ്ങൾ വലിയ പെരുന്നാൾ ഇവിടെയാണ് ആഘോഷിക്കുന്നത്. ഞങ്ങളിന്ന് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു. ഇനി വലിയ പള്ളിയിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് നാട്ടിലെക്കാട്ടിലും നല്ലോണം ആ പെരുന്നാൾ ആഘോഷിക്കുന്നു. ഞങ്ങൾ പെരുന്നാളൊക്കെ ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇതാ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം തീരാനായി തുടങ്ങി. ഗംഭീരമായിട്ട് ബിരിയാണി ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ദമ്മ് പൊട്ടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഫാമിലിയൊക്കെ റെഡിയാണ്, എല്ലാം റെഡിയാണ്. മക്കളൊക്കെ സെറ്റാണ്, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. വലിയ പെരുന്നാളിന് എല്ലാ മലയാളികൾക്കും നമ്മൾ ആശംസകൾ നേരുന്നു. ഈദ് മുബാറക്. ഫാമിലിയുടെ എൻ്റെ വകയും ഈദ് മുബാറക്. പെരുന്നാളിനോടനുബന്ധിച്ച് മിക്ക സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിലും പ്രത്യേക ഓഫറുകൾ പ്രഖ്യാപിച്ചിരുന്നു. പലർക്കും നാട്ടിൽ പെരുന്നാൾ കൂടാൻ കഴിഞ്ഞില്ലെങ്കിലും ഇവിടെ പ്രവാസ ലോകത്ത് കൂട്ടുകാരൊത്ത് പെരുന്നാൾ ഗംഭീരമാകുമ്പോൾ അതേറെ ആശ്വാസവും സന്തോഷവും പകരുന്നു. നാട്ടിലുള്ള ആളുകളെ മിസ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ നിന്ന് ആളുകൾ ഹജ്ജിന് പോയവരുണ്ട്. അപ്പം ഓളുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. സുഖമാണ്. എല്ലാവർക്കും ഈദ് ആശംസകൾ. പള്ളിയിൽ സുബൈക്ക് പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ ശേഷം പിന്നെ ഉമ്മാനൊക്കെ ഒന്ന് വിളിക്കുക. പിന്നെ നമ്മുടെ ഏറ്റവും അടുത്ത കുറച്ച് ആൾക്കാരുണ്ട്, അവരെയും കൂട്ടി ഊണ്. പെരുന്നാളിനോടനുബന്ധിച്ച് നീണ്ട അവധി ദിനങ്ങളാണ് പ്രവാസികൾക്ക് മുന്നിൽ. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കുറച്ചുനാൾ ഇവർക്ക് ആഘോഷങ്ങളുടേത് മാത്രമായിരിക്കും. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സ്മരണകൾ പുതുക്കി വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷങ്ങളിലേക്ക് നീങ്ങുകയാണ്. ക്യാമറമാൻ മനോജിനോടൊപ്പം സുബൈറുദ്ദീൻ, 24 ദമാം.